ഹലോ, നിങ്ങളുടെ വീട്ടിലെ ഇരുമ്പമ്പുളിയുടെ മരം ഉണ്ടോ? ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ നിറച്ചുണ്ടാവാറുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഇരുമ്പമ്പുളി നിറയെ കായ്ക്കുന്നുണ്ട്. അതിൽ 90% നമ്മൾ വേസ്റ്റാക്കി കളയാണ് ചെയ്യാറ്. കുറച്ചൊക്കെയല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഒരുപാട് ഉപയോഗിച്ചാൽ ശരീരത്തിന് അത്ര നല്ലതല്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ട്, ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തിട്ട് കറിയിലൊക്കെ ഇടും, മീൻ കറിയിലൊക്കെ ഇടും, പിന്നെ കുറച്ചെടുത്ത് അച്ചാറിടും. എന്നാലും ഇത് പിന്നെയും ബാക്കിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഇരുമ്പമ്പുളി വെച്ചിട്ട് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇരുമ്പമ്പുളി വെച്ചിട്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമുക്ക് മെയിൻ വില്ലനായിട്ട് നമ്മൾക്ക് വരാറുള്ളത് വെള്ളീച്ചയാണ്. അപ്പോൾ വെള്ളീച്ചേനെ ഓടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചെടികളിലെ മുരടിപ്പുകൾ മാറിക്കിട്ടാനും ഒക്കെ ഈ ഒരു സ്പ്രേ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഈ മുഴുവൻ ഇരുമ്പമ്പുളിയുടെ ആവശ്യമില്ല കേട്ടോ. ഒരു 9 ഇരുമ്പമ്പുളി നമുക്ക് ഇതിൽ നിന്ന് പറിച്ചാൽ മതി. 8 അല്ലെങ്കിൽ 9 ഇരുമ്പമ്പുളി മതി കേട്ടോ. ഇവിടെ കുറേ നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു 9 എണ്ണം പറിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്ര തിരക്ക് പിടിച്ച് ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. വേറെ ഒന്നുമല്ല, നമുക്കിവിടെ ഉണ്ടല്ലോ, എപ്പോഴാണെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ എൻ്റെ വഴുതനങ്ങയുടെയും അതുപോലെ വെണ്ടയ്ക്കയും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് പുഴു തിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ തന്നെ അടിച്ചു കൊടുക്കണം. പിന്നെ വെള്ളീച്ചയുണ്ട്. ഇപ്പം തന്നെ അത് ചെയ്താൽ മാത്രമേ അത് പോകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തിരക്ക് പിടിച്ച് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇരുമ്പമ്പുളി എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇപ്പം ഞാൻ 9 ഇരുമ്പമ്പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇത് അടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ ചെറിയ പീസുകളാക്കി മുറിച്ച് ഇരുമ്പമ്പുളി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1 ലിറ്റർ വെള്ളമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 1 ലിറ്റർ വെള്ളത്തിന് 9 ഇരുമ്പമ്പുളിയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അങ്ങനെ ഇരുമ്പമ്പുളി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ച് ഇതിൻ്റെ നല്ല ചാറ്, ആ ജ്യൂസില്ലേ, അത് മാത്രം മതി. അരിച്ചിട്ട് ഇതിൻ്റെ കൊറ്റനൊക്കെ നമുക്ക് മാറ്റിക്കളയണം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് അരിച്ച് ഈ കൊറ്റനൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇത് അടിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. 1 ലിറ്റർ വെള്ളം നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഷാമ്പുവോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതോ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് വാഷാണ് കേട്ടോ. അങ്ങനെ ഹാൻഡ് വാഷ് ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് ഹാൻഡ് വാഷ് എടുത്താൽ മതി. അപ്പോൾ 2 ഡ്രോപ്പ് ഹാൻഡ് വാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചാമ്പയിലൊക്കെ മുട്ടുകൾ വന്നതിൻ്റെ മുകളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മുല്ലമുട്ടിലും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മുല്ലയുടെ ഇലയിലൊക്കെ കുറച്ച് പുഴുക്കളുടെ ഒക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് അടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. നാളെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലെ പച്ചക്കറികൾക്ക് അടിച്ചു കൊടുക്കാനാണ്. കണ്ടോ, ഇതിൻ്റെ ഇലകളൊക്കെ പുഴുക്കുത്തൊക്കെ വന്നതാണ്. നിങ്ങൾക്ക് നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒന്നില്ലേ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, ഈ 2 സമയത്ത് ഏതെങ്കിലും ഒരു നേരം അടിച്ചു കൊടുക്കാം കേട്ടോ. ഇരുമ്പമ്പുളി വെച്ചിട്ട് നമുക്കൊരു നല്ല പെസ്റ്റിസൈഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ അടിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.